ഇന്നത്തെ വീഡിയോ ഫോണ്ടൻ്റെ ബോളൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് ബർത്ത്ഡേ കൊടുക്കാനുണ്ടായിരുന്ന ഒരു 2 ടയർ കേക്കിൻ്റെ ഡെക്കറേഷനാണ് കേട്ടോ. അപ്പോൾ ഇത് 1.5 കിലോ വെയിറ്റിൽ നമ്മൾ ടെൻഡർ കോക്കനറ്റിലാണ് കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്കൊക്കെ ഐസിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഡെക്കറേഷനും അതേപോലെ തന്നെ 2 ടയർ സെറ്റ് ചെയ്യാനും ഉണ്ട് കേട്ടോ. ഇതിലേക്കുള്ള കേക്ക് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് 7 ഇഞ്ചിലും 5 ഇഞ്ചിലുമാണ് കേട്ടോ. അപ്പം 7 ഇഞ്ചിലെ കേക്ക് ഞാനിപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ 2 സ്റ്റിക്ക്, അത്യാവശ്യം നല്ല കട്ടിയുള്ള 2 സ്റ്റിക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പം മുകളിൽ 5 ഇഞ്ചിൻ്റെ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 6 ഇഞ്ചൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു 3 സ്റ്റിക്കെങ്കിലും വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം എന്താ 2 ടയറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ഈ ഒരു കേക്കിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ചോക്ലേറ്റിൻ്റെ ഗനാഷ് കുറച്ച് ഡ്രിപ്പ് മോഡലിൽ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെറിയൊരു ഭാഗം മാത്രമേ ചെയ്യാനുള്ളൂ. ആ ഒരു ബോൾ വെക്കുന്ന ഭാഗം മാത്രമാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് 2 കേക്കിലും 2 സൈഡിലായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഗനാഷ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ കുറച്ച് തിക്കിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്നാലേ നമുക്ക് ഈ ഒരു ഡ്രിപ്പ് മോഡലിൽ കറക്റ്റ് കിട്ടുള്ളൂ. ഇനി കുറച്ച് ഫോണ്ടൻ്റെ ബോൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഗ്രേ കളറിലും ബ്ലാക്കിലുമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്താ ആ ഒരു ഗനാഷിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ബോൾ വെച്ചെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു കേക്ക് കസ്റ്റമൈസറാണ് കേട്ടോ. ഈ ഒരു കേക്കിൻ്റെ പിക്ക് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് അവരുടേതായ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഒരു ഗ്രേൻ്റെ മുകളിൽ നമ്മൾ ചെറിയൊരു ഹേർട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബ്ലാക്ക് കളറിൽ. അപ്പോൾ എന്താ ആ ഒരു സൈഡിൽ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ കേക്കിൻ്റെ ടോപ്പിൽ ആ ഒരു ഗനാഷിൻ്റെ ഭാഗത്താണ് കേട്ടോ ബോൾ വെച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ബോൾ ക്രീമിൽ സെറ്റായിട്ട് നിന്നോളും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്റ്റിക്കൊന്നും വെച്ച് കൊടുക്കാഞ്ഞത്. മുകളിൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം കേക്കിൻ്റെ താഴെയും കൂടിയും നമുക്ക് ബോൾ വെച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും ബോൾ വെച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ബാലൻസ് ചെറിയ ചെറിയ ബോൾസ് കുറച്ച് ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കേക്കിൻ്റെ ടോപ്പിൻ്റെ ആ ഒരു ബോളിൻ്റെ അടുത്തൊക്കെ ആയിട്ട് വെച്ചെടുത്തു, സൈഡിലും വെച്ചെടുത്ത് ഫില്ലാക്കി കേട്ടോ. ഇനി ഇതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് കുറച്ച് ഗോൾഡൻ ബോൾ കൂടി വെച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഗോൾഡൻ ബോൾ ഞാൻ ഫോണ്ടൻറ്റിൽ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. എൻ്റെ അടുത്ത് അത്യാവശ്യം വലുപ്പമുള്ള ഷുഗറിൻ്റെ ഗോൾഡൻ ബോൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനിതാ ഈ ഒരു വലിയ ബോളിൻ്റെ ഒക്കെ എടുത്തായിട്ട് ഇതുപോലെ വെച്ചെടുക്കുന്നുണ്ട്. അപ്പം മെയിനായിട്ടുള്ള ഈ ഒരു ഡെക്കറേഷൻ ഇതേ ഉള്ളൂ കേട്ടോ ഈ ഒരു കേക്കിൽ. ഇനി നമുക്ക് മാറ്ററും പിന്നെ 1ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിന് 1 എന്നുള്ള ആ ഒരു സ്റ്റിക്കുമാണ് ഈ ഒരു കേക്കിൻ്റെ ടോപ്പിൽ വെക്കാനുള്ളൂ. ഗനാഷൊക്കെ ട്രിപ്പ് ചെയ്തത് പെട്ടെന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു. കേക്കിന് നല്ല തണുപ്പോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഗനാഷൊക്കെ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നല്ല സെറ്റായിട്ട് ആ ഒരു ട്രിപ്പ് മോഡൽ തന്നെ കറക്റ്റായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് കുറച്ച് ഹൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ അയച്ചെന്ന ആ ഒരു മോഡൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നിന്ന് നെയിമും മുകളിൽ സ്റ്റിക്കും വെച്ച് കൊടുത്തു. ഇനി ഈ ഒരു കേക്ക് നമുക്ക് പേക്ക് ചെയ്യാം കേട്ടോ. പേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ 2 ടയറിൻ്റെ ഈ ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത്. ഫോട്ടോ അയച്ചെന്ന അതേ ഡിസൈനിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരും ഹാപ്പിയാണ്, അതേപോലെ തന്നെ ചെയ്ത് കൊടുത്ത ഞാനും ഹാപ്പി ആയിട്ടോ. ആ ഒരു കറക്റ്റ് മോഡലിൽ വന്നപ്പം കസ്റ്റമൈസ്ഡ് കേക്ക് ഓരോന്ന് വരുമ്പോൾ നമുക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കേട്ടോ ആ ഒരു കറക്റ്റ് മോഡലായിട്ടുണ്ടോ, അവർക്ക് ഹാപ്പി ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിൽ വിചാരിക്കും. അപ്പോൾ അത് അവർ പറയുക കൂടി ചെയ്യുമ്പം നമ്മൾ ഫുൾ ഹാപ്പി ആവൂലേ. അപ്പോൾ അതാ കേക്കൊക്കെ പാക്ക് ചെയ്തു. ഇനി ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യാണ് കേട്ടോ. എല്ലാവർക്കും ഈ ഒരു ബർത്ത്ഡേ കേക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും അതേപോലെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാം.